ഇന്നലെ നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള ആഭ്യന്തരമന്ത്രി, ഞാൻ ബോധപൂർവം ആഭ്യന്തരമന്ത്രി എന്ന് പറയാം, ആഭ്യന്തരമന്ത്രി ശ്രീ പിണറായി വിജയന്റെ പത്രസമ്മേളനം കേട്ടപ്പോൾ എനിക്ക് മലയാളി ആണ് എന്നുള്ളതിൽ വലിയ ലജ്ജ തോന്നി. കാരണം അദ്ദേഹം ആ പദവിയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം ഇന്നലെ നടത്തിയ പരാമർശങ്ങൾ, ആ പരാമർശങ്ങൾ കേന്ദ്ര സേനകളെ അടക്കം ആക്ഷേപിക്കുന്ന, അധിക്ഷേപിക്കുന്ന പരാമർശങ്ങളാണ്. അദ്ദേഹം പറഞ്ഞത് CRPF എന്ന് പറഞ്ഞാൽ RSSകാർക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സേനയാണ്. എനിക്കറിയില്ല അദ്ദേഹത്തിന് കേരളത്തിൽ ആർക്കൊക്കെ CRPF സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ആർക്കൊക്കെ സംരക്ഷണം കൊടുക്കുന്നു എന്നുള്ള വിവരം സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന ആൾക്ക് അറിയില്ലെങ്കിൽ ആ പദവിയിൽ അദ്ദേഹം എന്താണ് ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല. കേരളത്തിലെ SNDPയുടെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശനും സംരക്ഷണം നൽകുന്നത് CRPF. കേരളത്തിലെ ലക്ഷക്കണക്കിന്, കേരളത്തിലെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ഭക്തരുടെ ആരാധ്യ വ്യക്തിയായിട്ടുള്ള അമൃതാനന്ദമയി ദേവിക്ക് സംരക്ഷണം നൽകുന്നത് CRPF ആണ്. നമ്മുടെ ഇന്ത്യ സഖ്യത്തിന് നേതൃത്വം നൽകുന്ന, പിണറായി വിജയൻ കൂടി ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യത്തിന് നേതൃത്വം നൽകുന്ന വയനാട് MP രാഹുൽ ഗാന്ധിക്ക് സംരക്ഷണം നൽകുന്നതും CRPF ആണ്. വയനാട് MP കേരളത്തിൽ വരുമ്പോൾ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് അറിയില്ലേ അദ്ദേഹത്തിന് സംരക്ഷണം നൽകുന്നത് CRPF ആണെന്ന്? ഇവരൊക്കെ RSS ആയത് എന്നു മുതലാണ് എന്നെങ്കിലും ശ്രീ പിണറായി വിജയൻ എന്ന് സൂചിപ്പിക്കുന്നു. CRPF എന്ന് പറയുന്ന സേന രാജ്യത്തിന്റെ അഭിമാനമാണ്. അത് കേവലം രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്നുള്ള സംസ്ഥാന ആഭ്യന്തരമന്ത്രി, സംസ്ഥാന മുഖ്യമന്ത്രിയായിട്ടുള്ള ഒരു വ്യക്തി, ആ വ്യക്തിയുടെ അഭിപ്രായം കേരളത്തെ അപമാനിക്കുന്ന, കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് അപമാനമാണ്. ഇങ്ങനെയുള്ള ഒരാളാണ് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ളത്. 1949 ഈ നാടിന്റെ സുരക്ഷ ഏറ്റെടുത്തുകൊണ്ട് ജമ്മു കാശ്മീരിൽ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ നിന്ന്, തീവ്രവാദ പ്രവർത്തനങ്ങളിൽ നിന്ന് അവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കുന്ന ഒരു സേന, മാവോയിസ്റ്റ് ആക്രമണങ്ങളിൽ നിന്ന് സാധാരണക്കാരെ സംരക്ഷിക്കുന്ന ഒരു സേന, ആ സേന RSSന്റെ പ്രോക്സിയാണ് എന്ന് പറയണമെങ്കിൽ അപാര തൊലിക്കെട്ടി വേണം. അങ്ങനെയുള്ള ഒരു ആളെ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിട്ട് ചുമക്കാൻ കേരളീയർക്ക് തീർച്ചയായിട്ടും വലിയ ലജ്ജയുണ്ട്. ഒരു മലയാളി എന്നുള്ളതിൽ എനിക്ക് ഏറ്റവും വലിയ ലജ്ജയുണ്ട്. എത്രയോ CRPF ഭടന്മാർ മാവോവാദി മേഖലകളിൽ ജീവത്യാഗം നടത്തിയിട്ടുണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അതെങ്കിലും ശ്രീ പിണറായി വിജയൻ ഓർക്കണമായിരുന്നു. ഗവർണറോടും മോദിയോടുമുള്ള വിരോധം, അന്ധമായിട്ടുള്ള വിരോധം, ആ വിരോധം സേനയുടെ വിശ്വാസ്യതയെ പോലും ചോദ്യം ചെയ്യുന്ന തലത്തിലേക്ക് ഒരു മുഖ്യമന്ത്രി അധപ്പതിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം CRPFന്റെ അധികാരങ്ങളൊക്കെ 1976 CRPC അനുസരിച്ചുള്ള പ്രകാരമുള്ള നിരവധി അധികാരങ്ങൾ CRPFന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോ ഈ കേന്ദ്ര സേന വരേണ്ടി വന്ന സാഹചര്യം, ആ സാഹചര്യം 124 വകുപ്പിന്റെ പരിരക്ഷ, IPC 124 വകുപ്പിന്റെ പരിരക്ഷയുള്ള സംസ്ഥാന ഗവർണർ വരുന്ന വഴിയിൽ നിന്ന പ്രതിഷേധക്കാരെ അവര് ഗവർണറുടെ വഴി തടയാനും ഗവർണറെ അപായപ്പെടുത്താനും സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി അറിഞ്ഞിട്ടും അവരെ അവിടെ നിന്ന് മാറ്റാത്ത സംസ്ഥാന പോലീസിന് സാധിക്കാതെ വന്ന ഒരു സാഹചര്യം. സംസ്ഥാന പോലീസിന് സാധിക്കാതെ വന്നു എന്ന് പറയുന്നത് സംസ്ഥാന പോലീസിന് അത്തരത്തിലുള്ള നിർദ്ദേശം മുകളിൽ നിന്ന് കിട്ടിയത് കൊണ്ടായിരിക്കണമല്ലോ. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഗവർണർ ഈ കാര്യം കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിൽ വരുന്നതും കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചതും കേന്ദ്ര സർക്കാരിനെ സ്ഥിതിഗതികൾ ധരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സേന
സംരക്ഷണം നൽകാൻ തീരുമാനമെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊരു പുതിയ സംഭവമല്ല. 2 മാസം മുൻപ് നേരത്തെയും അദ്ദേഹത്തെ തടഞ്ഞ് അദ്ദേഹത്തെ ആക്രമിക്കാനുള്ള ശ്രമം, അദ്ദേഹത്തിന്റെ വാഹനത്തിലടക്കം അടിച്ച് പിന്നെ അദ്ദേഹത്തിന് ശാരീരികമായിട്ട് വിഷമം ഉണ്ടാക്കാനുള്ള ശ്രമം തിരുവനന്തപുരത്ത് നടന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ ഗവർണറുടെ റൂട്ട് ഈ പിണറായി വിജയന്റെ ഗുണ്ടകൾക്ക് ചോർത്തി കൊടുത്തത് ആരാണ് എന്ന് എന്തുകൊണ്ട് മുഖ്യമന്ത്രി അന്വേഷണം നടത്തുന്നില്ല? എന്നിങ്ങനെ ഈ ആളുകൾക്ക് ഗവർണർ ഈ വഴിയിൽ വരുമെന്ന്, ഇത്ര മണിക്ക് വരുമെന്ന് മുൻകൂട്ടി അറിഞ്ഞു? അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം സേനയുടെ മനോവീര്യം തകർക്കുന്ന തരത്തിൽ കേരളത്തിൽ മലയാളികളായിട്ടുള്ള എത്രയോ ഭടന്മാർ CRPF-ൽ പ്രവർത്തിക്കുന്നവരുണ്ട്. അവരെ മുഴുവൻ അപമാനിക്കുകയാണ് പിണറായി വിജയൻ ഈ തരത്തിലുള്ള പരാമർശം നടത്തിക്കൊണ്ടിരുന്നത്. ഒരു സംഘടനയിൽപ്പെടുന്ന കുറച്ച് ആളുകൾക്ക് സംരക്ഷണം നൽകുന്ന RSS എത്ര മഹത്തരമായിട്ടുള്ള സംഘടനയാണെങ്കിലും ആ സംഘടനയിൽപ്പെടുന്ന ആളുകൾക്ക് സംരക്ഷണം നൽകുന്ന ഒരു സേനയാണ് രാജ്യത്തിന് വേണ്ടിയിട്ട് സേവനം നടത്താൻ വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സേന എന്ന് പറയുന്നത് ആ സേനയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഇത്തരം പരാമർശങ്ങൾ ആഭ്യന്തര വകുപ്പ് സ്ഥാനത്തിരുന്നു കൊണ്ട് നടത്തുന്നത് മലയാളികൾക്ക് അപമാനമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ ഘട്ടം തീർച്ചയായിട്ടും രാജ്യത്തോട്, CRPF-നോടല്ല, ഈ നാട്ടിലെ ജനങ്ങളോടാണ് മാപ്പ് പറയേണ്ടത്. ഈ തരത്തിലുള്ള സേനയെ അപമാനിക്കുന്ന പരാമർശം നടത്തിയത്